ആക്രമിച്ച കേസും പട്ടികളെ പടനാടുകളെ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച KSU പ്രവർത്തകർ. വലിയ ഹെഡ്ലൈനോടെ വന്ന വാർത്തയാണ് ഇത് എങ്കിലും ഇപ്പോൾ കാര്യത്തോടടുത്തപ്പോൾ കള്ളി വെളിച്ചത്തായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ അടിച്ചു, അതിന്റെ പേരിൽ ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളുക്കി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളം എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം പുറത്തു വന്നതോടുകൂടെ സമരക്കാർക്ക് പോലും പിന്നോട്ട് വലിയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും പാർട്ടി നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആർപ്പ് വിളിച്ച് രംഗത്തേക്ക് വരുന്ന SFI പ്രവർത്തകർക്ക് പോലും ഇന്ന് സമരത്തിന് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സമരത്തിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് അനീതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു SFI. പക്ഷേ അവിടെ എത്തിയത് 1, 2, 3, 4, 5 പേർ മാത്രമാണ്. ചെറിയൊരു വിഷയം ഉണ്ടായാൽ പോലും ഒരു 100-ലധികം കൂട്ടമായിട്ട് വന്ന് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന SFI പ്രവർത്തകർക്ക് പോലും ഈ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാൻ മടിയാണ് എന്ന് ഈ ഒരു സമരം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയത്ത് മറുവശത്തത സഖാക്കന്മാർ ഇരുന്ന് മോങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സഖാവ് ചിന്താ ജെറോം വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ സമൂഹത്തിൽ വലിയ പ്രാധാന്യം നേടുകയാണ്. കാരണം അവർ ഉന്നയിക്കുന്നത് വീണ ജോർജിനെതിരെയുള്ള KSU പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ പരിപാടിയാണ്, സമര മുദ്രാവാക്യമാണ് എന്നതിനേക്കാളപ്പുറം ആ പറയുന്ന മുദ്രാവാക്യങ്ങളിൽ പലതും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളായിരുന്നു എന്നുള്ളതായിരുന്നു. സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ട് ചിന്താ ജെറോം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒരു ഹീറോയിൻ പര്യവേഷത്തോടെ സമരം വിളിച്ചു. പക്ഷേ കളി കാര്യമായി. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചിന്താ ജെറോമിനൊന്ന് ചിന്തിക്കാൻ പോലും സാധിച്ചില്ലേ എന്ന് പൊതുജനങ്ങൾ ചോദിച്ചു തുടങ്ങി. സംഭവം വാർത്തയായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതോടുകൂടെ എന്തായി? ചിന്താ ജെറോം കരഞ്ഞു വിളിച്ച് രംഗത്തേക്ക് വരികയാണ്. താൻ ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുന്ന ഒരാളല്ല. തൻ്റെ ആശയങ്ങളും തൻ്റെ പാർട്ടിയുടെ ആശയങ്ങളും എപ്പോഴും സ്ത്രീകൾക്കൊപ്പവും അടിച്ചമർത്തപ്പെടുന്നവർക്കൊപ്പവും ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്താ ജെറോം രംഗത്തേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന പ്രതിഷേധ പരിപാടിക്കിടെയാണ് ചിന്താ ജെറോമിന് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശം എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതേസമയം മറുവശത്ത് SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധവും കരിങ്കൊടിയും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. നല്ല രീതിയിൽ ഏറ്റവും നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെയാണ് വാക്കുകൾ കൊണ്ട് പറയുന്നതെങ്കിലും ചോരയ്ക്ക് ചോര എന്നുള്ളത് തന്നെയാണ് CPMന്റെ നയം എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം അടിച്ചത് KSU പ്രവർത്തകരാണെങ്കിൽ അത് തെറ്റാണ്, അനീതിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് തെളിയിക്കപ്പെടണം, നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർഗം. പ്രതിഷേധിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരന്മാർക്കുമുള്ള ഒരു അവകാശം തന്നെയാണ്. അത് മറ്റൊരുവന്റെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന പോയിന്റിൽ നിർത്തേണ്ടുന്നതായിരിക്കണം ആ പ്രതിഷേധം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ KSU പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പാഞ്ഞെടുത്തപ്പോൾ ആരോഗ്യമന്ത്രി ചെയ്തത് എന്താണ്? തിരിച്ചു വന്ന് അക്രമാസക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പോലീസുകാരോട് പറയുകയാണ്, തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, മാറി നിൽക്കൂ, ഞാൻ തയ്യാറാണ്, ഞാൻ അവരുടെ പ്രതിഷേധക്കാർക്കിടയിലേക്ക് കയറി ചെല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു ഹീറോയിൻ പര്യവേഷം കാണിച്ചു ആരോഗ്യമന്ത്രി. അപ്പോൾ പോലീസുകാർ ചെയ്യുന്നത് ആരോഗ്യമന്ത്രിയോടൊന്ന് ക്ഷമിക്കൂ എന്ന് പറയുകയല്ല, മറിച്ച് പ്രതിഷേധക്കാരോട് പറയുകയാണ്, നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കല്ലേ, ആരോഗ്യമന്ത്രിയെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നൊക്കെ. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് അയ്യോ എൻ്റെ പെടലി വേദനയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി പെട്ടെന്ന് മിനിസ്റ്ററിനെ വിളിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധക്കാർ തന്നെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ എന്താണ് ഉണ്ടായത്?
വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അഴിച്ചുവിട്ടു. SFI പ്രവർത്തകരുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വന്ന് ഫ്ലെക്സുകൾ അടിച്ചു തകർക്കുന്നു. സമൂഹത്തിന്റെ സമാധാനം മൊത്തം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഏർപ്പെട്ടു. KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്നുള്ള സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DCC ഓഫീസിന് മുന്നിൽ SFI പ്രതിഷേധം നടത്തിയപ്പോൾ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പ്രകടനവുമായി എത്തിയിട്ടുള്ള SFI പ്രവർത്തകർ DCC ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സ്ഥലത്തെത്തിയ പോലീസ് ഗേറ്റ് പൂട്ടി DCC ഓഫീസിന് പരിസരത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും SFI പ്രവർത്തകരെ തടയുകയും ചെയ്തു. പക്ഷേ DCC ഓഫീസിൽ നിന്നും പുറത്തു വന്ന കോൺഗ്രസ് പ്രവർത്തകരും വെല്ലുവിളി മുഴക്കിയതോടെ കല്ലേറും വലിയ രീതിയിൽ അക്രമാസക്തമായ പ്രവർത്തനങ്ങളുമാണ് അവിടെ ഉണ്ടായത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിക്ക് അടക്കം പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. സ്ഥലത്ത് വലിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് മണിക്കൂറുകൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ഒരു പൊറാട്ട നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ, അതിൽ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന നടപടികൾ, സർക്കാരിന്റെ കണ്ണു തുറക്കാത്ത നിലപാടുകൾ, അതൊക്കെ തന്നെയായിരുന്നു വലിയ വിഷയം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായതുപോലും അത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഇപ്പോൾ ആരോഗ്യമന്ത്രി ആരെങ്കിലും തല്ലിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് തല്ലി കിട്ടിയോ എന്നുള്ള പ്രധാന ചർച്ചാ വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അവിടെ മറന്നുപോയിരിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് രോഗികളുടെ അവസ്ഥ. ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ സ്വന്തം തെറ്റ് കാരണമല്ലാതെ 5-6 വർഷത്തോളം വേദന സഹിക്കേണ്ടി വന്ന ചികിത്സാ പിഴവ് മൂലം ഇപ്പോഴും ഇരയായി നിൽക്കേണ്ടുന്ന നിരവധി ആളുകൾ, അവരുടെയൊക്കെ വേദനയും കഷ്ടപ്പാടും അവർ നീതി തേടി വന്നിട്ടുള്ള സംഭവമൊക്കെയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്താണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചത്, ആരോഗ്യമന്ത്രി ആരാണ് തൊട്ടത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മുന്നോട്ട് വരികയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് മർദ്ദനമേറ്റു എന്നുള്ള സ്ഥാപിക്കാൻ വേണ്ടിയുള്ള CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളടക്കം പാളിപ്പോയ സമയമാണ് ഇപ്പോഴെന്നതും പറയേണ്ടി വരും. കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, ദൃശ്യങ്ങൾ പ്രകാരം മന്ത്രിയുടെ തൊട്ടടുത്ത് ഈ പ്രവർത്തകർ എത്തിയിട്ട് പോലുമില്ല എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. മന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗൺമാനാണ് എന്ന് തെളിയുന്ന വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കരിങ്കൊടി പിടിച്ച KSU-കാരൻ പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള CPMന്റെ വാദം ഇതോടെ പൊളിഞ്ഞു എന്നതും ചുരുക്കം. കറുത്ത വസ്ത്രം ചൂണ്ടിക്കാണിച്ചായിരുന്നു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളായിട്ട് അവതരിപ്പിച്ചത്. സൈബർ പ്രചാരണം ഏറ്റെടുത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനടക്കം രംഗത്തേക്ക് വന്നതും പറഞ്ഞതെല്ലാം വെറും പൊറോട്ട് നാടകത്തിന്റെ ഭാഗമായിരുന്നു എന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും കറുത്ത വസ്ത്രം അണിഞ്ഞത് മന്ത്രിയുടെ ഗൺമാനാണ് എന്നതാണ്. തോളിലെ ബാഗ് അടക്കമുള്ള ദൃശ്യങ്ങൾ അതിലൂടെ വ്യക്തമാകുന്നുമുണ്ട്. മന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ബാഗുമായി ഗൺമാൻ മന്ത്രിക്കൊപ്പം അനുഗമിക്കുന്നതാണ് ചെയ്യുന്നത്. KSU പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ മന്ത്രിയും കരിങ്കൊടി പിടിച്ച പ്രവർത്തകരും തമ്മിൽ അകലമുണ്ട് എന്നതും വ്യക്തമാണ്. ഇനി നിർണായകമായ വേണ്ടത് CCTV ദൃശ്യങ്ങളാണ്. അത് പുറത്തു വന്നാൽ മാത്രമേ മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റത് എങ്ങനെയാണ് എന്നത് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. അതേസമയം വീണ ജോർജിന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴുത്തിനേറ്റ ക്ഷതം കാരണം കടുത്ത വേദന അനുഭവപ്പെടുന്നതിനാലാണ് ചികിത്സ തുടരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മന്ത്രിയെ ആക്രമിച്ചു എന്ന പരാതിയിൽ CCTV ദൃശ്യം ശേഖരിക്കാനുള്ള നടപടി റെയിൽവേ ആരംഭിച്ചെങ്കിലും ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും വിദഗ്ധ ഡോക്ടർമാരും അടങ്ങിയ സംഘം രാവിലെ മുതൽ ആരോഗ്യമന്ത്രിയെ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് കൊണ്ടുപോവുകയാണ്. MRI പരിശോധനയിൽ കഴുത്തിന് ക്ഷതമുണ്ടായ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ക്ഷതം കാരണമാണ് വേദന അനുഭവപ്പെട്ടതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. നാളെ കൂടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും തെളിവുകൾ മന്ത്രിക്കെതിരെയായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു രീതി ആണ് ഇവിടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്നത് പോലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പോലെ ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് തെളിയിക്കേണ്ടുന്നത് ഇപ്പോൾ KSU-കാരുടെ കൂടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്.
ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ ചില തെളിവുകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ആരോഗ്യമന്ത്രിയുടെ ഈ നാടകവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി അവസാന നിമിഷം വരെയുള്ള പുറത്തു വന്ന വീഡിയോകളിലെല്ലാം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും പ്രതിഷേധക്കാരോട് വെല്ലുവിളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് ജനങ്ങൾക്ക് ഒക്കെ ഒരു മടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ നിർണായകമാകുമെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് പൊതുജനങ്ങളും ചിന്തിക്കുകയാണ്.